പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് തൃശൂർ നഗരമധ്യത്തിലുള്ള അനാശാസ്യ കേന്ദ്രത്തിലെ കൊലപാതകത്തിൽ കലാശിച്ചത്. ഇക്കാണുന്നതാണ് തൃശൂർ സ്വരാജ് റൗണ്ട്. സ്വരാജ് റൗണ്ടിനോട് വിളിപ്പാടകലെ കോരപ്പത്ത് ലൈൻ. ഈ കോരപ്പത്ത് ലൈനിലെ വീട്ടിൽ വെച്ചാണ് ഒഡീഷ സ്വദേശിയായ യുവാവ് 27 വയസ്സുള്ള ധൻപത് നായിക് കൊല്ലപ്പെടുന്നത്. സംഭവം ഉണ്ടാവുന്നത് വ്യാഴാഴ്ച രാത്രി. ഒഡീഷ സ്വദേശികളായ ധൻപതി നായിക്, മക്കറ മാജി, ത്രിനാഥി മാജി എന്നിവർ 3 പേർക്കും 30 വയസ്സിന് താഴെയാണ് പ്രായം. ഈ 3 പേരും ഈ വിളിപ്പാടകലില്ല സ്വരാജ് റൗണ്ടിൽ നിന്ന് വിളിപ്പാടകലെയുള്ള ഈ അനാശാസ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് 4 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ്. ഇവരിവിടെ എത്തി. ഇവരുടെ ഇടപാട് കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. പണം നൽകിയതിനെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. ഇവർ തമ്മിൽ വെല്ലുവിളി ഉണ്ടാകുന്നു. ഇതിനെ തുടർന്ന് ഇവരെ 3 പേരെയും ഇവർ ചേർന്ന് മർദ്ദിക്കുന്നു. ഈ 4 സ്ത്രീകളും 3 പുരുഷന്മാരും. പ്രതികളുടെ പേരുണ്ട് മൊഹന്തി നായിക്, നോബി ഹുസൈൻ, മസുമ, നസ്രീൻ അക്താര, മച്ചാനി ഗാക്തുൻ. ഇവരെല്ലാം പിടിയിലായിട്ടുണ്ട്. ഇനി ബിച്ചു നായിക്കിനെ മാത്രമാണ് പിടികൂടാനുള്ളത്. ഇവർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ 3 പേർക്കും ക്രൂരമായി മർദ്ദനമേൽക്കുന്നു. ധൻപത് നായിക്കിനും, മക്കറ മാജിക്കും, ത്രിനാഥ് മാജിക്കും. ധൻപത് നായിക്കിനാണ് ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ മരണപ്പെടുകയും ചെയ്യുന്നു. മക്കറ മാജിക്കും ത്രിനാഥ് മാജിക്കും പരിക്കുണ്ട്. ഈ അനാശാസ്യ കേന്ദ്രം ഏറെ നാളുകളായി ഇവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികളെ മാത്രമാണ് ഇവിടെ പ്രവേശിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മലയാളികൾക്കാർക്കും ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായാണ് ഇവർ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നു. നഗരമധ്യത്തിൽ തന്നെ ഇത്തരം ഒരു അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിട്ടും സമീപവാസികൾക്കോ പോലീസിനോ മറ്റാർക്കും ഇത് സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നില്ല. ഇനി ഈ റാക്കറ്റിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുമായുള്ള തെളിവെടുപ്പും വൈകാതെ നടക്കുമെന്ന് നമ്മളോട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാണുന്നതാണ് ആ വീട് നമുക്ക് ദൃശ്യത്തിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഇവർ വരുന്നത് മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടിയായിരുന്നു. കൂടുതൽ അന്വേഷണം ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളുണ്ടോ, ഇവരുടെ പിന്നിൽ ഒരു റാക്കറ്റ് ഉണ്ടോ എന്ന് തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ.